ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ പ്രവേശനോത്സവമാണ്. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം. നമ്മുടെ കൊച്ചു കുരുന്നുകളുടെ പ്രോഗ്രാമുകളൊന്ന് കാണാം. സ്കൂളിലേക്ക് നിങ്ങളെല്ലാം ഇവിടെ 4ാം ക്ലാസ് തൊട്ടിട്ട് UKG വരെയുള്ള കുട്ടികൾ എല്ലാവരും നമ്മുടെ പുതുതായി നമ്മുടെ സ്കൂളിലേക്ക് വന്ന 1ലേക്കും LKG-യിലേക്കും വന്ന കുട്ടികളെ നമ്മള് സ്വീകരിക്കുകയാണ്. ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ 36ാം വാർഡ് കൗൺസിലർ നാസർക്കയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മുടെ ബറോഡ് ബാങ്കിൽ നിന്നും അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവം നമുക്ക് അടിപൊളിയാക്കാം അല്ലേ? അപ്പൊ ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ആദ്യ പടിയായിട്ട് അധ്യയന വർഷത്തെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും അതിനെ കാത്തിരിക്കാമെന്നറിയാം. ഇതിൽ കാത്തിരിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ എത്തിച്ചേർന്ന യോഗ അധ്യക്ഷനെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നാസർക്ക 36ാം വാർഡ് കൗൺസിലർ നമ്മുടെ സ്വന്തം ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രഭാഷണം ഇവിടെ നടത്തുന്നത് നമ്മുടെ സ്വന്തം മാനേജർ പ്രസാദ് മാസ്റ്റർ അവരുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് അംഗങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ കുരുന്നുകൾക്കായി കുറച്ച് സമ്മാനങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബറോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബാങ്ക് മാനേജർ ബിന്ദു അവറുകളാണ്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ബാങ്ക് ഡയറക്ടർ നാരായണൻകുട്ടി അവർ നമ്മുടെ സ്വന്തം ചന്ദ്രേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹനീഫ അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും LKG UKG അതുപോലെ 1 മുതൽ 4 വരെയുള്ള അധ്യാപകരും ഇവിടെ സന്നിഹിതരാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടുകാർക്കും ഏറെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോയതൊന്നും മോശക്കാരായിട്ടില്ല. ഇനി വരാനുള്ള പ്രയത്നം നമുക്ക് ആരംഭിക്കണം. നന്നായി പഠിച്ചവർ പുറത്തുപോയി നന്നാവാനും അല്ല രീതിയിലാവാനുള്ള ഒരു രീതി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് 2 വരി പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് എനിക്ക് അടുത്ത സ്കൂളിൽ പോകേണ്ടതുണ്ട്. പാട്ട് പാടട്ടെ. എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം ഭാഗ്യം തന്നെത്താനെഴുന്നേറ്റു നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം ഭാഗ്യം
തന്നെത്താനെഴുന്നേറ്റു നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. ആഫീസിൽ അപേക്ഷ കൊടുക്കാൻ, പത്രത്തിലെ വാർത്തകൾ അറിയാൻ, കത്തെഴുതാൻ വായിക്കാനും അക്ഷരമൊരു ചെന്നാരി. ആഫീസിൽ അപേക്ഷ കൊടുക്കാൻ, പത്രത്തിലെ വാർത്തകൾ അറിയാൻ, കത്തെഴുതാൻ വായിക്കാനും അക്ഷരമൊരു ചെന്നാരി. അവനവന് അപരന ഭൂമിയിലുള്ളോരോ നിലയും അതഗതിയായി കണ്ടറിയാനും അക്ഷരമൊരു ചെന്നാരി. എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം ഭാഗ്യം. തന്നെത്താനെഴുന്നേറ്റു നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരോട് ബാങ്കിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൽ എത്തിച്ചേർന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പൊ നമുക്കത് അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരിക്കും കേട്ടോ. പേര് വിളിക്കുമ്പോ അവര് വരും. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് ഇത് തന്ന അവർക്ക് ആദ്യം തന്നെ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ബിന്ദു മാഡം. വിശിഷ്ട വ്യക്തികൾക്കും കുഞ്ഞു മക്കൾക്കും നമസ്കാരം. ഈ സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അറിയാണ്ട് ഇവിടുത്തെ കുട്ടികൾ എത്ര സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന്. ഇവിടുത്തെ അധ്യാപകർക്കാണ് അതിൻ്റെ മുഴുവൻ അംഗീകാരം ഇരിക്കുന്നത്. ഓരോ ചിരിക്കുന്ന മുഖം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ചെന്നാൽ ഇങ്ങനെ ആയിരുന്നില്ല. അധ്യാപകരും ടീച്ചർമാരും നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന ഈ അന്തരീക്ഷം ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വരോട് ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ്. നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് കുറച്ച് കൊച്ചു സമ്മാനങ്ങൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നന്നായി പഠിച്ച ഈ അധ്യാപകരോടൊപ്പം കൂട്ടുകൂടി നല്ല വ്യക്തികളായി 4ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ സ്കൂളിൽ നിന്ന് പോകണം. എല്ലാവർക്കും നല്ല പുതുവർഷ ആശംസകൾ. ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷിതാക്കളും അധ്യാപകരും പിന്നെ അധ്യക്ഷൻ ഈ വാർഡിൻ്റെ കൗൺസിലർ നാസറും എല്ലാവർക്കും നന്ദി. പിന്നെ ഞങ്ങളുടെ കടമ ഈ സർവീസ് സഹകരണ ബാങ്കിലെ കുറച്ച് പാഠ പുസ്തകങ്ങളും കുറച്ച് കുട ബാഗ് എന്നിവ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇവിടെ ഒരു വേദിയിലേക്ക് തന്ന എല്ലാവർക്കും നമസ്കാരം. സമ്മാനിക്കുന്നത് ഈ വാർഡ് മെമ്പർ ശ്രീ നാസർക്കാണ്. ആ കുട്ടിക്ക് അല്ലേ ആദ്യം സർവീസ് ബാങ്ക് മാനേജർ ശ്രീമതി ബിന്ദു മാഡമാണ് അത് സമ്മാനിക്കുന്നത്. നൽകുന്നത് ഡയറക്ടർ നാരായണൻകുട്ടി അത് വിതരണം ചെയ്യുന്നു. മഴ തിമിർത്തുകയും കുട്ടികളൊക്കെ കരച്ചിലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? സ്കൂളിൽ വരാൻ ഇഷ്ടമാണോ? അവ വെറുപ്പാണോ? ഇഷ്ടമാണോ? ആ ഓക്കെ. വളരെ രസകരമായിട്ടാണ് നമ്മള് ഈ വിദ്യാലയ വർഷം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മള് ഒരു പ്രസവത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നില്ല എങ്കിലും നിങ്ങൾ കൊച്ച് കുട്ടികളാണ് അല്ലേ? നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാൻ എത്ര പേര് പത്രം വായിക്കും? പത്രം വായിക്കുന്നത് വെറുതെ ജസ്റ്റ് മറിച്ചു നോക്കുന്ന ആൾക്കാരുണ്ട്. വായിച്ചു മറിച്ചു നോക്കുക. 1, 2, 3 ഓക്കെ ഒരു അവരൊന്ന് കൈയടിക്കാം, അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം ഇപ്പൊ പത്രം ഒന്ന് മറിച്ചു നോക്കുക, അതിന്റെ ചിത്രങ്ങളൊക്കെ നോക്കുക, പിന്നെ ക്രമേണ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. നമ്മള് ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം അല്ലെ? ഇന്ന് നമ്മള് സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് പറയാം? ആർക്കെങ്കിലും പറയാം? ഇന്ന് സ്കൂൾ തുറന്നു, നമ്മള് ന്യൂസൊക്കെ കാണുന്നുണ്ടാവാം. എന്താണ് പ്രധാനമായും നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും എന്തൊരു ആഗ്രഹിക്കും? പറഞ്ഞോളൂ.
വെരി ഗുഡ്. ലഹരി ലഹരി വേണ്ട. വെരി ഗുഡ്. കൈയടിക്കാം. പക്ഷേ പുകവലി, മദ്യപാനം തുടങ്ങിയ ലഹരി ഉപയോഗമുണ്ട്. ഇവരുടെ അച്ഛനോ ഉപയോഗിക്കുന്നത് പറയണം, ഇത് ഉപയോഗിക്കേണ്ട, അതിനോട് വേണ്ട, പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കരുത്ത് കൊച്ചു കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ അവരുടെ ആരംഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ലൊരു തലമുറ എത്തിക്കാൻ സാധിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും പത്രങ്ങളൊക്കെ വായിക്കാം. നമ്മള് പുതുതായി സ്കൂളിലേക്ക് വന്ന LKG കുട്ടികളെ പരിചയപ്പെടാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ പേര് വിളിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവരും കൂടി വരിക, രക്ഷിതാക്കളും കൂടി വരിക. ഫർസാന